ഹായ്, ഇന്ത്യൻ ഫുട്ബോളെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ അവസ്ഥ അറിയാം, 2-1 അഫ്ഗാനിസ്ഥാനോട് തോറ്റിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാനുള്ള ചാൻസ് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കരധികം എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അഫ്ഗാനിസ്ഥാനെ അറ്റ്ലീസ്റ്റ് നമ്മളെ ഹോം ഗ്രൗണ്ടിലെങ്കിലും തോൽപ്പിച്ച് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കും എന്നുള്ള രീതിയിൽ. എന്നെ സംബന്ധിച്ച് ചോദിക്കുന്നത് എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ തോറ്റത് എനിക്ക് വളരെയധികം സന്തോഷം ഉള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ അടുത്ത റൗണ്ടിൽ കയറിയിട്ടും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ തോറ്റോടുകൂടി ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് വളരെയധികം പ്രതികരണങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനത്തെ പ്രതികരണങ്ങൾ വരണം. പക്ഷേ അതിൽ വറിയിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിനെ സാക്കിയ എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം ഡിസ്കഷനും പോണത്. ഇന്ത്യൻ ഫുട്ബോളിന് മെയിൻ പ്രശ്നം സ്റ്റിമാച്ച് ആണ്. സ്റ്റിമാച്ചിനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായെന്നുള്ള രീതിയിലാണ് ന്യൂസ് ആയാലും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാലും വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റുന്നു. അതിലെനിക്ക് കംപ്ലീറ്റ്ലി ഞാനതിന് എതിരാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പ്രശ്നം ആയിട്ട് നിങ്ങൾ സ്റ്റിമാച്ച് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും ചെറിയ പ്രശ്നമാണ് സ്റ്റിമാച്ച്. ഇനി കോച്ചിനെ സാക്ക് ചെയ്യാനാണ് സൊല്യൂഷൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കോച്ചിനെ സാക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ട് പറയുന്നത് കോച്ചിനെ സാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. നാഷണൽ ടീം കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു മുകളിൽ നിൽക്കുന്നൊരു സംഭവമാണ്. അത് ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് സോൾവ് ചെയ്യുന്നുള്ള വളരെ എളുപ്പമാണ്. നമ്മൾ കോൺടാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക, മാക്സിമം ഒരു കൊല്ലം നമ്മൾ അത് ഒന്ന് സഹിച്ചാൽ മതി. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പാണ്. അത് നമ്മൾ എത്രത്തോളം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു അത്രയധികം പ്രശ്നങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോളിലുള്ളത്. അതിൽ നാഷണൽ ടീം കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ്. അതൊരു പ്രശ്നമേ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫോക്കസ് നാഷണൽ ടീം കോച്ചിലേക്ക് പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാൻ ടീമിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും തോറ്റു, എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വളരെ റാങ്ക് താഴെ നിൽക്കുന്ന ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ മാർക്കറ്റ് വാല്യൂ പോലെയാണ് ഫിഫയുടെ റാങ്കിങ്. അത് വലിയൊരു സംഭവമില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അഫ്ഗാനിസ്ഥാൻ നമ്മളെക്കാളും റാങ്ക് കുറഞ്ഞ ടീമാണ്, അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ടീം മോശമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പോൾ ഒരു ടൈമിൽ ഇന്ത്യയുടെ റാങ്കിങ്ങിൻ്റെ വളരെ അടുത്ത് നിന്നൊരു കൺട്രിയാണ് കാനഡ. പക്ഷേ ആ ടൈമിലാണ് ഇയാൻ ഹ്യൂം, അതായത് കാനഡ നാഷണൽ ടീമിൽ ആ ടൈമിൽ കളിക്കാത്തൊരു പ്ലെയർ ഫോറിൻ പ്ലെയർ ആയിട്ട് ISL വരുന്നത്. ഇയാൻ ഹ്യൂമിൻ്റെ ക്വാളിറ്റി നമുക്കറിയാലോ. അതായത് കാനഡയുടെ ഫുട്ബോളിൻ്റെ ക്വാളിറ്റി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ക്വാളിറ്റി നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇന്ത്യയുടെ റാങ്കിങ് ഒരു ടൈമിൽ കാനഡയുടെ അടുത്ത് നിന്നു. അതിന് ഒരിക്കലും നമ്മൾ അർത്ഥം വയ്ക്കരുത് ഇന്ത്യൻ ഫുട്ബോളും കാനഡ ഫുട്ബോളും അല്ലെങ്കിൽ ഇന്ത്യൻ കാനഡയും കളിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ജയിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ ഉള്ളൂ അഫ്ഗാനിസ്ഥാൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാലും. അഫ്ഗാനിസ്ഥാൻ്റെ ഫുട്ബോളിൻ്റെ ക്വാളിറ്റി വളരെയധികം വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി. പലരും പറയുന്നുണ്ടായിരുന്നു നാഷണൽ ടീം പ്ലേയേഴ്സ് പ്രൊട്ടസ്റ്റിലാണ്. ഒരു കുറേ നാഷണൽ ടീം പ്ലേയേഴ്സ് പ്രൊട്ടസ്റ്റിലായിരുന്നു. അതിൽ ഏകദേശം 5 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ക്യാമ്പിൽ തിരിച്ചു പോകുന്നതാണ് എനിക്കറിയുന്നത്. പിന്നെ അവർ കോച്ച് റീസെൻ്റ്ലി ആയി വന്നത്. അങ്ങനെ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ കേസിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫോറിൻ പ്ലേയേഴ്സിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അവർ ക്യാപ്റ്റനായിട്ട് കളിച്ചിരുന്ന ഗോളടിച്ച പ്ലെയറൊക്കെ I-ലീഗിൽ നമ്മുടെ ഗോകുലത്തിൽ കളിക്കാൻ വേണ്ടി ഫോറിൻ പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഇന്ത്യൻ പ്ലെയേഴ്സിനേക്കാൾ വളരെയധികം ക്വാളിറ്റി ആയിട്ട് ഫോറിൻ പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള പ്ലെയറാണ്. അവർ ബാക്കി പ്ലെയേഴ്സ് എടുത്തു വയ്ക്കേണ്ട യൂറോപ്പിൽ ടോപ്പ് ഡിവിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിവിഷൻ കളിക്കുന്ന പ്ലെയേഴ്സാണ്. അവർ പ്ലെയേഴ്സിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ പ്ലെയേഴ്സായിട്ട് ഏത് മാതിരി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയേഴ്സിനേക്കാളും നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ നമ്മൾ അത്രയും ചെറുതായിട്ട് കാണരുത് റാങ്കിങ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ കൺട്രിയിൽ ബോംബിങ് ഉണ്ട്, താലിബാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫുട്ബോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ അളക്കരുത്. അവർ പ്ലെയേഴ്സ് ഭൂരിഭാഗവും ഇങ്ങനെ യൂറോപ്യൻ കൺട്രീസിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. അവർ ഒരു ടീമായിട്ട് വന്നിട്ട് നമുക്കെതിരെ കളിക്കാനായിട്ട് കണ്ടാൽ മതി. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത കാര്യമാണ്, വെറും 4 കോടി ജനസംഖ്യയുള്ള അഫ്ഗാനിസ്ഥാൻ 150 കോടി ജനസംഖ്യയുള്ള ഇന്ത്യനേക്കാളും നല്ല ഫുട്ബോൾ പ്ലെയേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. അവരെ C ടീമാണെന്ന് പറയുന്നുണ്ട്. അതായത് A ടീമും B ടീമും അല്ല C ടീമാണ് പറയുന്നത്. ഇവർ C ടീം ഇറക്കിയാലും നമ്മളെ പ്ലെയേഴ്സിനേക്കാളും നല്ല ക്വാളിറ്റി പ്ലെയേഴ്സിനെ അവർക്ക് ഇറക്കാൻ പറ്റുന്നത് വെറും 4 കോടി ജനസംഖ്യയുള്ളൂ. അത് ഓർക്കണം. നമ്മൾ 150 കോടി ജനസംഖ്യ ഉണ്ടായിട്ട് ഒരു സുനിൽ ഛേത്രിനെ മാറ്റി കഴിഞ്ഞാൽ സുനിൽ ഛേത്രിയുടെ 4 അയലത്ത് വയ്ക്കാൻ പറ്റുന്ന 100ന്റെ 1 അയലത്ത് വയ്ക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ നമുക്ക് അവിടെ വെക്കാനില്ല. ഒരു സന്ദേശ് സിംഗ് പോയി കഴിഞ്ഞാൽ അതിന് പകരം വയ്ക്കാൻ ഒരു സെൻട്രൽ ബാക്കില്ല. ഒരു സഹൽ മാറി കഴിഞ്ഞാൽ സഹലിൻ്റെ പോലെ കളിക്കുന്ന വേറൊരു പ്ലെയർ നമുക്ക് എടുക്കാനില്ല. അങ്ങനെ ഒരു ടാലൻറ്റ് വൈസ് ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരുടെ ടാലൻറ്റ് പൂളായിട്ട് പോലും നമുക്ക് ഇത്രയും വലിയ ജനസംഖ്യ ഉണ്ടായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ടാലൻറ്റ് പൂളില്ല, പ്ലെയേഴ്സിൻ്റെ പൂളില്ല. അതായത് നമ്മുടെ ഒരു സിസ്റ്റം പ്ലെയർ ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഫെയിലിയറാണ്. അപ്പോൾ അവരുടെ പ്ലെയേഴ്സ് എവിടെ നിന്ന് വരും നോക്കാം. അവരെല്ലാവരും അഫ്ഗാനിസ്ഥാനിൽ ബോൺ ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. പക്ഷേ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ യൂറോപ്പിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ ടീമിൻ്റെ യൂത്ത് സെറ്റപ്പിലൊക്കെ കയറി അവരുടെ യൂത്ത് സെറ്റപ്പിലൂടെ ഒരു കൊല്ലം 10-20 മാച്ചുകളൊക്കെ കളിച്ച് അണ്ടർ-17 കളിച്ച് അവരുടെ ടീമിൽ അല്ലെങ്കിൽ വേറെ ടീമിലൊക്കെ കയറി യൂറോപ്പിൽ തന്നെ കരിയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സാണ്. ഒബ്വിയസ്ലി
ടാലന്റ് വൈസ് അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവരൊരിപ്പോൾ ഒരു ക്വാളിറ്റി വൈസ് നമ്മളെക്കാളും വളരെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കും. കാരണം അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ആ ഒരു ഫുട്ബോൾ സംഭവത്തിലേക്ക് അവർ വന്നു. പക്ഷേ നമ്മൾ ഇന്ത്യൻ ടീം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പ്ലേയേഴ്സ് പുറത്ത് പോയി കളിക്കുന്ന ഒരു സെറ്റപ്പ് ഇപ്പം നിലവിലില്ല. പക്ഷെ ഇന്ത്യയിൽ തന്നെ ആണെന്നുണ്ടെങ്കിലും എത്ര ഒരു അക്കാദമീസ് ഉണ്ട്, ആ ഒരു ചെറിയ ലെവലിൽ നമ്മളെ പ്ലേയേഴ്സ് കളിക്കുന്ന, അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നമുക്ക് യൂത്ത് ലീഗ് പരിപാടികൾ ഇപ്പോഴും യൂത്ത് ലീഗ് നടക്കുന്നില്ല എന്ന് എൻ്റെ അറിവ്. ആ ഒരു സംഭവങ്ങളൊന്നും, ആ ഒരു സിസ്റ്റം, ഒരു പ്ലേയേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റം, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ നാട്ടിൽ ഇല്ല. അങ്ങനത്തെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടാലന്റ് പൂള്, നമ്മുടെ ജനസംഖ്യയ്ക്ക് ഒരു ടാലന്റ് പൂള് നമുക്ക് ഒരു നാഷണൽ ടീം സെലക്ട് ചെയ്യുന്ന ഒരു കോച്ചിന് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഫണ്ടമെന്റലായിട്ട് ബേസിക് സംഭവങ്ങൾ ഫുട്ബോളിൽ നമ്മുടെ നാട്ടിലില്ല. പക്ഷെ ഇതിലേക്കൊന്നും ഒരു നാഷണൽ ടീം തോക്കുമ്പോൾ നമ്മുടെ ഡിസ്കഷൻ പോകില്ല. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ടീം തോക്കും, ഫാൻസ് എല്ലാം ഫ്രസ്ട്രേറ്റഡ് ആവും, ഇന്ത്യ തോറ്റു എന്നിട്ട് ഒച്ചപ്പാടും ബഹളം, എന്നിട്ട് AIFF ചൊറിയും, AIFF ഒരു നായകനെ പോലെ വരും, എന്നിട്ട് നാഷണൽ ടീം കോച്ചിനെ സാക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും. ആദ്യം നമ്മുടെ പൊട്ടക്കണ്ണർ മാറ്റണം, എന്നാലേ ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ടാവുള്ളൂ. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, റോക്കി ഭായ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ. AIFF ആണ് ശരിക്കും പ്രോപ്പറായിട്ട് ഫുട്ബോൾ നടത്തേണ്ടത്. അവരൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ബലിയാടാക്കുന്നില്ല, ആ ബലിയാടാക്കും നാഷണൽ ടീം കോച്ച്. നാഷണൽ ടീം കോച്ച് ഇന്ത്യയിൽ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ടാലന്റ് പൂളിലുള്ള പ്ലേയേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് കളിപ്പിക്കാൻ നോക്കും. പക്ഷെ ടാലന്റ് പൂൾ ഭയങ്കര മോശമാണ്. ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കതിരിൽ വളം വയ്ക്കാൻ വരുന്ന ഒരാളാണ് നാഷണൽ ടീം കോച്ച്. പുള്ളിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പുള്ളിനെ ആർഗ്യൂ ചെയ്യായിരുന്നു, ഓക്കെ നിങ്ങൾ മര്യാദ കളിങ്ങനെ. പക്ഷെ നമ്മളിങ്ങനെ ഒരു ലിമിറ്റഡ് പൂള് കൊടുത്ത് അതിൽ തന്നെ ഒരു പ്രോപ്പർ ബാക്കപ്പ് ഒന്നും ഇല്ലാത്ത ഒരു പൂളിൽ നിന്ന് നമ്മൾ ഒരു ടീം ഉണ്ടാക്കി അതിൽ എത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചെന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും അടുത്ത റൗണ്ടിൽ കടന്നിട്ട് യാതൊരു കാര്യമില്ല. അടുത്ത റൗണ്ടിൽ കൊടുക്കുന്ന അടുത്ത റൗണ്ടിൽ ടീം നമ്മൾ വെക്കും. അല്ലാണ്ട് വേൾഡ് ക്വാളിഫൈ ചെയ്തെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. സ്റ്റിമാക്കിനെ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫോക്കസ് പോയിട്ട് നമ്മൾ AIFF ക്വസ്റ്റ്യൻ ചെയ്യണം. ആസ് എ ഫാൻ പലരും ഭയങ്കര ഫ്രസ്ട്രേഷൻ പറഞ്ഞിട്ട് സ്റ്റിമാക്കിനെ ഹാക്ക് ചെയ്യണം, ഇന്ത്യ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യേണ്ട, ഇത് സപ്പോർട്ട് ചെയ്ത് കാര്യമില്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ടീമിന്റെ മാച്ചസ് കാണാൻ പറ്റുന്ന കാണാൻ, സപ്പോർട്ട് ചെയ്യുക, പ്ലേയേഴ്സിനെ കുറ്റം പറയാതിരിക്കുക. അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്, അവരെ പരമാവധി അവർ ചെയ്യുന്നുണ്ട്. അവർ എഫർട്ട് ഇടുന്നില്ലെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവർ ക്വാളിറ്റി വൈസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു ടീമുകളിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ലോക്കൽ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുക. ലോക്കൽ ക്ലബ്ബാണ് നമ്മുടെ ഈ ക്ലബ് ലെവലിൽ നമ്മുടെ യൂത്ത് ഡെവലപ്മെന്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ കൂടെ തന്നെ നമ്മൾ അടുത്ത ടാലന്റ് വരുള്ളൂ. ക്ലബ് അടത്തുകൂടി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ക്ലബ്ബുകളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യൻ ഫുട്ബോളിന് സപ്പോർട്ട് വേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ കുറേ ട്രെൻഡ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന് സപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല, നമുക്ക് ബാക്കി സ്പോർട്സിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു റിസൾട്ട് വരുന്നുണ്ട്. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ അർജന്റീനയും ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ബാക്കിയുള്ള രാജ്യങ്ങൾ വരുമ്പോൾ വന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന വരും. അപ്പം നമ്മുടെ സപ്പോർട്ട് ആവശ്യമില്ല. നമുക്കിപ്പോൾ സപ്പോർട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് സപ്പോർട്ട് വേണ്ടത്. ഇപ്പോഴാണ് ഇന്ത്യൻ ടീം ഒരു എന്താ പറയുക ഭയങ്കര മോശം അവസ്ഥയിൽ നിൽക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് AIFF ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്തുകൊണ്ട് യൂത്ത് ലീഗ് ഇത്ര നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പോൾ AIFF കയറിയിട്ട് 2 കൊല്ലത്തോളമായി. അവർ പറഞ്ഞ പല കാര്യങ്ങളും നടന്നിട്ടില്ല. അണ്ടർ 17 വേൾഡ് കപ്പിൽ മെറിറ്റിൽ ക്വാളിഫൈ ചെയ്യുന്നവർ പറഞ്ഞായിരുന്നു. പക്ഷേ അണ്ടർ 15 ടീം ഇതുവരെ സെറ്റപ്പ് ചെയ്തില്ല. അങ്ങനെ കുറേ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഫുഡ് അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പം അഫ്ഗാനിസ്ഥാൻ ഒരു പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ ഗവൺമെന്റ് AIFF ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ 50 കോടി കൊല്ലം തരുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവർ വേഗം ഒരു ടെക്നിക്കൽ കമ്മിറ്റിനൊക്കെ വിളിച്ചിട്ട് കോച്ചിനായിട്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ നമ്മൾ മോണിറ്റർ ചെയ്യുക, അവരിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഇതിൽ ഇന്ത്യൻ ഫുട്ബോളിന് സപ്പോർട്ട് വേണ്ട ഒരു സമയമാണ്. നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യ ഫുട്ബോൾ മോശമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ പേര് വരും. അപ്പോൾ നമുക്ക് വലിയ റോളില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിലാണ് ശരിക്കും നമ്മൾ ഇന്ത്യ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കോച്ച് സാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു സംഭവം മാറാൻ മുകളിൽ ഇന്ത്യ ഫുട്ബോൾ നമുക്ക് അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ട് എല്ലാ ലെയറിലും. അതായത് കോച്ച്, പ്ലെയേഴ്സ്, അതിൻ്റെ അടിയിൽ ക്ലബ്സ് വരുന്ന ലീഗിന് മോണിറ്റർ ചെയ്യുന്ന AIFF മോണിറ്റർ ചെയ്യുന്ന ഗവൺമെൻറ്, നമ്മൾ ജനാധിപത്യ രാജ്യമാണ് ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്ന ജനങ്ങൾ, അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് പറഞ്ഞ പോലെ ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഗവൺമെൻറ് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഗവൺമെൻറ് AIFF സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നില്ല. അവർക്ക് കൊടുക്കുന്ന ഫണ്ടുകൾ കുറയ്ക്കുന്നു. അങ്ങനെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ആണ് എല്ലാ ലെവലിലും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച്. ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ആൾക്കാർ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരിക, അതായത് കാണികൾ. ഒരിക്കലും നമ്മൾ ഫുട്ബോൾ ടീം മോശം കളിക്കുന്നതുകൊണ്ട് സപ്പോർട്ട് കളയാതിരിക്കുക. കീപ്പ് ഓൺ സപ്പോർട്ടിങ്. ശരി, ബൈ.